ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ കാലത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ വിറകൊക്കെ കൊടുന്നിടുന്ന ഭാഗം ഒന്നും കൊണ്ട് മാറ്റിയിട്ട് അവിടേക്ക് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കൂട്ടാ. എന്നിട്ടാണ് പിന്നെ പുതിയ വിറക് കൊടുന്നിടലുള്ളൂ. അപ്പോൾ ഈ വേനൽക്കാലാണെങ്കിലും വിറകിൻ്റെ അടിയിൽ ചെതലൊക്കെ ഉണ്ടാവും, മണ്ണിൽ കൊടുന്നിടുകയാണല്ലോ. അപ്പോൾ ഇനി വല്ല എഴുചന്തുക്കളൊന്നും വരണ്ട, ചെതലൊക്കെ തിന്നാന്ന് വെച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് പിന്നെ വേറെ വിറക് കൊടുന്നിടലുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ കൂട്ടിയിടലില്ല. പിന്നെ അതൊക്കെ അടിച്ച് കൊണ്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ കോഴികൾ നന്നായിട്ട് തിന്നും ചെയ്യും ചെതലൊക്കെ. അങ്ങനെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊത്തിയിട്ടൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച്. പിന്നെ പാളയും പട്ടയും ഉണ്ടാവില്ലേ, പട്ട കഴുങ്ങിൻ്റെ അത് പാള കത്തിക്കാൻ എടുക്കൂട്ടാ. പട്ട തീയിടണേലിടും, പാള നന്നായിട്ട് കത്തും. അപ്പോൾ അതും കൊത്തിയിട്ട് ഇങ്ങനെ വിറകിൻ്റെ കൂടെ എടുത്ത് വെക്കും കേട്ടോ, അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കൊത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആട്ടുംകൂട് വൃത്തിയാക്കലും അതിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കലും അങ്ങനെയുള്ള പണിക്കൊക്കെ നിന്നിട്ട്. അപ്പോൾ നന്നായിട്ട് പ്ലാവിൻ്റെ ഇല കൊഴിയുന്നുണ്ട് ഇപ്പോൾ വേനൽക്കാലം കാറ്റ് വീശിന കാരണം തന്നെ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയിട്ട് അവർക്ക് തന്നെ കൊണ്ടിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ ഈ മുറ്റത്ത് കെട്ടിയ സമയത്തൊക്കെ തിന്നോളൂ കേട്ടോ. അധികം ഇല അങ്ങനെ കെട്ടി കൊടുക്കലില്ല, ഈ ഉണങ്ങിയ ഇല അങ്ങനെ കെട്ടി കൊടുക്കില്ല, കൂട്ടിലാണ് കെട്ടി കൊടുക്കുക കേട്ടോ. ഒക്കെ കൊഴിയണ കാരണം അപ്പോൾ ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് അവർക്ക് തന്നെ കൊണ്ടിട്ട് കൊടുക്കും. പിന്നെ ഉമ്മാർത്ത് കുറേ ഇല കൊടുന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു മുറ്റത്ത്, അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഈ സൈഡിൽ കൊടുന്നിട്ട് ഇട്ടിട്ടാ ആടുകൾ കാണാത്തോടത്ത്. പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഇലയും പുല്ലുണ്ടായിരുന്നു, അപ്പോൾ രണ്ടും കൂടിയിട്ട് അതും കെട്ടിയിട്ട് റെഡിയാക്കി. പിന്നെ ഉമ്മർത്ത് കുറേ ഇല കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ, ആദ്യം കൊടുന്നിട്ട് കൊടുത്ത്. അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയിട്ട് അവർക്ക് കൊട്ടയിൽ ഇപ്പോൾ മുറ്റത്ത് കെട്ടി കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ കഴിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കാട്ടിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഇനി കൂട്ടിലാക്കണ്ട. അത് വലിയൊരു പണി തന്നെയാണ്, അവർ കയറില്ല. ഇപ്പോൾ പറമ്പിൽ ഇല ഉണ്ടെങ്കിൽ പിന്നെ തീരും കയറില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ തിന്നാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു വിധേന എല്ലാവരും ഇനി ആട്ടിയിട്ടൊക്കെ കൂട്ടിലാക്കി. പിന്നെ കോഴികളേനൊക്കെ വിട്ട് ആടിന് കാട്ടിയ വെള്ളത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു പിണ്ണാക്കും തവിടൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് അവർ കുറേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വെള്ളം കോഴികൾക്ക് വെച്ച് കൊടുക്കണ വെള്ളത്തിൽ വിരയുടെ മരുന്നും കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ മരുന്നും കൂടി ചെന്നോളൂ. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ, അങ്ങനെ വിരയുടെ മരുന്ന് വെള്ളത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കലാണ്. അപ്പോൾ എല്ലാവരും കോഴികളും ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കുമ്പോൾ എത്തും, എല്ലാവർക്കും എത്തുമല്ലോ വെച്ചിട്ടിട്ടാ. പിന്നെ തീറ്റയിലും വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ എത്ര സമയമില്ലെങ്കിലും കോഴികളെ കുറച്ച് സമയം ഇങ്ങനെ വിട്ടാക്കിയിട്ട് നോക്കുക തന്നെ വേണം കേട്ടോ. അവരിങ്ങനെ പറമ്പിൽ നടന്നിട്ട് ഇങ്ങനെ നന്നായി ചിക്കി പെറുക്കി തിന്നാൽ തന്നെയാണ് അവർക്ക് മുട്ടയിടും ചെയ്യുള്ളൂ. പിന്നെ അവർക്കും നല്ലതും അങ്ങനെയാണ് കേട്ടോ. കൂട്ടിൽ തന്നെ ഇട്ടുണ്ടെങ്കിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഉഷാറുണ്ടാവില്ല. ഇങ്ങനെ പറമ്പിൽ കുറച്ച് സമയം മെനക്കെട് തന്നെ വേണം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ എന്തായാലും അവരുടെ കൂടെ നടന്നാൽ തന്നെയാണ്, അല്ലെങ്കിൽ വല്ല നായും പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർ നന്നായി ചിക്കി പെറുക്കി തിന്നും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.